ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്കൂളിലേക്ക് പോകുന്ന മക്കളുള്ള വീട്ടിലും അതുപോലെ ജോലിക്ക് പോകുന്ന അമ്മമാരുള്ള വീട്ടിലും നമ്മൾ തലേന്ന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ പിറ്റേന്നേക്ക് നമുക്ക് എളുപ്പത്തിൽ ജോലികളൊക്കെ തീർത്ത് സമാധാനപരമായിട്ട് നമ്മുടെ ജോലികളൊക്കെ തീർക്കാൻ അല്ലെങ്കിൽ ജോലിക്ക് പോകാനൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇപ്പോൾ വൈകുന്നേരം ഒരു 3:30-4 മണി ആ ഒരു ടൈം ആവുന്നുണ്ട് കേട്ടോ. അധിക ദിവസങ്ങളിലും വൈകുന്നേരം ചായക്ക് കടി എന്തെങ്കിലും ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനത്തെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള കടികളെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഴം വെച്ചിട്ട് നമുക്കൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ പഴം ഇതുപോലെ നീളം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു കോഴിമുട്ടയാണ്. ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ടയും കുറച്ച് മൈദപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഏലക്കായും പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ ഒരു പഴംപൊരിക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ അതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ പാന് ചൂടായപ്പോൾ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ വെക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള പഴം കേട്ടോ. ഇതുപോലെ നീളങ്ങനെ കട്ട് ചെയ്യണേ. എന്നിട്ട് ഇത് പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. രണ്ട് ഭാഗം ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇത് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് ഭാഗവും അങ്ങോട്ട് മുരിച്ചെടുക്കുക. ഓവർ മുരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് സിമ്പിളാണ് ഉണ്ടാക്കാൻ. പിന്നെ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ശീലമുള്ളവർക്കും ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അങ്ങനെ പാനിലേക്ക് ഞാൻ നേരത്തെ സെയിം പാൻ തന്നെ എടുത്ത് കേട്ടോ. നേരത്തെ പഴം വാട്ടി അതേ സെയിം പാന് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ബാറ്ററും കൂടി ഒഴിക്കുക. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ബാറ്ററിൻ്റെ മുകളിൽ ഈ പഴം വാട്ടിയതും കൂടി ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാം കേട്ടോ. റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ 4 ഭാഗവും പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ. നമുക്കിത് റോൾ ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ട് വേണം കേട്ടോ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ റോളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. കട്ട് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആ സ്നാക്സ് അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കണ്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിക്കോളി കേട്ടോ. അങ്ങനെ പാൽ ചായ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് പാർന്ന് വെക്കുന്നുണ്ട്. ആദ്യമൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് സ്ഥിരമായിട്ട് ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഫുള്ളും ഇൻസ്റ്റയിൽ റീൽ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കും. പിന്നെ എൻ്റെ കയ്യിൽ ആ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അങ്ങനെ ചായക്ക് കുടിക്കട്ടെ. മക്കൾക്കുള്ള ചൂടാറി വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. ചൂടാറി കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാറ്റി വെച്ചേ. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാനിവിടെ വന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കാറുള്ളത്. വെറുതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് ചായ കുടിക്കാൻ ഭയങ്കര രസമാണല്ലോ. അങ്ങനെ ചായയും കടിയൊക്കെ കൂട്ടിയിട്ട് ഇവിടെ ഇരുന്നിട്ട് കഴിക്കേണ്ടതെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിലും പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഒരു സമാധാനത്തോട് കൂടിയിട്ട് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഫീലിങ്സ് വേറെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ലപോലെ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. പഴം കട്ട് ചെയ്തത്, പിന്നെ ഗ്ലാസ്, അങ്ങനെ ചായ ഉണ്ടാക്കിയ പാത്രം, അങ്ങനത്തെ അല്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ അതെല്ലാം കൂടി അപ്പം തന്നെ അങ്ങോട്ട് കേക്ക് വെച്ചു കേട്ടോ. തലേന്ന് രാത്രി ഞാൻ പല കാര്യങ്ങളും ചെയ്തു വെക്കാറുണ്ട് പിറ്റേന്ന് രാവിലെ എൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം മക്കൾ സ്കൂളിൽ പോലാണ്. ഇവിടെ എന്താ മെയിനായിട്ടെന്നുണ്ടെങ്കിൽ മോനിക്ക് ഒരു 7:45 ആ ഒരു ടൈം ആകുമ്പോഴേക്ക് മദ്രസയിൽ എത്തണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അവന് പോകുന്നതിന് മുന്നേ തന്നെ ഫുള്ള് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കും. അല്ലെങ്കിൽ മോൾ പോകുന്നതിന് മുന്നായിട്ട് മൊത്തം ഒന്ന് തീർത്ത് വെക്കലാണ്. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇട്ടിട്ട് അലക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ അലക്കാനുള്ള ഡ്രസ്സ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ഇനി മക്കൾ അംഗനവാടിയിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ വന്നതിന് ശേഷം അലക്കാമെന്നുള്ളത് കേട്ടോ. അങ്ങനെ അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു ഡ്രസ്സ്. രാവിലെ മുതൽ മഴ പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഡ്രസ്സ് മുഴുവനായിട്ട് ഞാനൊന്ന് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. നല്ലപോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ മഴ പെയ്യുന്ന സമയമാണ്. പക്ഷേ ഇപ്പം ഇന്നെന്താണെന്നറിയില്ല, നല്ല വെയിലാണ് കേട്ടോ. അധികം ഞാൻ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നായിട്ട് കിച്ചണിലെ ജോലിയൊക്കെ വേഗം തീർക്കാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ. അത് നല്ലപോലെ മൾബറി പഴുത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പൂച്ചെടിയൊക്കെ കണ്ടിട്ട് നേരെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എരുന്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എരുന്ത് താളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്.
അപ്പോൾ എരുന്ത് കുറച്ച് ചെറിയ എരുന്താണ്, പക്ഷെ അത്യാവശ്യം തോനുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് കഴുകി വെക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. കഴുകി കഴിഞ്ഞതിന് ശേഷം നേരെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ തലേന്ന് തന്നെ ഉള്ളിയും കാര്യങ്ങളൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ ഈസിയാണ് കേട്ടോ. ഈ ചെറിയുള്ളിയാണ് ഇതിന് മെയിനായിട്ട് ആവശ്യമുള്ളത്. ചെറിയുള്ളിയിലാണ് നമ്മൾ താളിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പൊട്ടിയതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒഴിവാക്കി കൊടുത്ത് ഈ ഒരു എരുന്ത് നല്ലപോലെ ഫ്രഷ് ആയിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കണേ. ഇനി നമുക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ. നാളത്തേക്ക് നമ്മൾ രാവിലത്തെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് രാത്രി നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉണ്ടാക്കുന്നത്, ലഞ്ച് എന്താണെന്നുള്ളത് നമ്മൾ തലേന്ന് തന്നെ എന്തായാലും നമ്മൾ ഒന്ന് ഓർത്ത് വെക്കും, അല്ലെങ്കിൽ നമ്മൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്ലാൻ ചെയ്യും. ആ പ്ലാൻ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മളെ കയ്യിലുണ്ടാവുമല്ലോ, അതുള്ളത് പച്ചക്കറി ആയിക്കോട്ടെ അല്ലാത്ത ഐറ്റംസ് ഒക്കെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കണ്ട് ഫ്രിഡ്ജിൽ അങ്ങോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള ആ ഒരു ടൈമേ നമുക്ക് ഉണ്ടാവുള്ളൂ. രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ പാത്രങ്ങളുണ്ടാവും. കിച്ചണിലെ പാത്രങ്ങൾ മുഴുവനും രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ കൗണ്ടർ ടോപ്പ്, സിങ്കിലെ പാത്രങ്ങളൊക്കെ നിറഞ്ഞ് കൂടി പിറ്റേന്ന് രാവിലെ നമുക്ക് അതേ രീതിയിൽ കാണുമ്പോൾ നമുക്ക് ജോലി ചെയ്യാനൊന്നും തോന്നില്ല, ഭയങ്കര മടിയായിരിക്കും, ഭയങ്കര മോശമായിരിക്കും ആ ഒരു കിച്ചണിലെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ തലേന്ന് രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രങ്ങളും കൗണ്ടർ ടോപ്പ്, സിങ്ക് ഇതെല്ലാം നല്ല വൃത്തിയോട് കൂടിയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വെക്കുക. അതുപോലെ മക്കൾ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് പിറ്റേന്ന് രാവിലെ അവർ പോകാൻ നേരത്തെടുത്ത് ക്ലീൻ ചെയ്യുന്നതിന് പകരമായിട്ട് തലേന്ന് തന്നെ നമ്മൾ ചെയ്യാറുണ്ടാവും. ചെയ്യാത്തവർ വരെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ആരും കുറ്റപ്പെടുത്തി പറയല്ല, പക്ഷേ ആ പാത്രങ്ങൾ മുഴുവനായിട്ട് നമ്മൾ തലേന്ന് തന്നെ അങ്ങോട്ട് ക്ലീൻ ആക്കി വൃത്തിയാക്കി വെക്കുക. പിറ്റേന്ന് അവർക്ക് പോകുമ്പോൾ ലഞ്ച് ബോക്സ് എടുത്തുങ്ങാണ്ട് പെട്ടെന്ന് പോയാൽ മതി കേട്ടോ, മറ്റേ ക്ലീനിങ്ങിന് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇതാ ഞാൻ നിസ്കാരം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കും കേട്ടോ. ഈ ഒരു ടൈമിലാണ് ഞാൻ അവരെ യൂണിഫോം, നാളത്തേക്ക് ഇടുന്ന യൂണിഫോം, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ അവർക്ക് എന്തെങ്കിലും ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്ന ടൈമിൽ ഞാൻ വേഗം അവരുടെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കും കേട്ടോ. ഈ ഒരു ടൈമിലാണ് ഞാൻ ഇതെല്ലാം ചെയ്ത് വെക്കാറുള്ളത്. എന്നാൽ പിന്നെ പിറ്റേന്നേക്ക് അവർക്ക് ഈസി ആയിട്ട് ബാഗ് എടുത്ത് പോയാൽ മതി കേട്ടോ. അങ്ങനെ ഇതാ അവരെ വായിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. മാക്സിമം ഞാൻ അവരെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ആ ഒരു ഭാഗം അങ്ങോട്ട് നല്ല മെസ്സിയായി കിടക്കുന്നുണ്ടാവും കേട്ടോ, പേപ്പറായിട്ടും അങ്ങനത്തെ ഐറ്റംസ് ആയിട്ടൊക്കെ. അതൊക്കെ ഈ ഒരു ടൈമിൽ തന്നെ മൊത്തം ആ ഒരു ക്ലീൻ ആക്കാനുള്ള ഒരു ഏരിയ ഇപ്പം തന്നെ ക്ലീൻ ആക്കിങ്ങാണ്ട് പിന്നെ ഒതുക്കി പൊറുക്കി വെക്കാനുണ്ടാവും കേട്ടോ. അതൊക്കെ ഈ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കാറുള്ളത്. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവും, പക്ഷേ നാളത്തേക്ക് നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങളും ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ മക്കളെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ രാത്രിയത്തെ ഡിന്നറും കാര്യങ്ങളൊക്കെ റെഡിയാണ് കേട്ടോ. പഠിത്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയത്തെ ഫുഡും കഴിച്ചാൽ ഇന്നത്തെ ദിവസം ഇവിടെ കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായാൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്താം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഞാൻ ഇതിനിടയിൽ ഫോളോ ചെയ്യണം, അതിൻ്റെ ലിങ്കും കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാം. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.